الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വഴിപ്പെട്ട് മാതൃകായോഗ്യരായ മുത്തഖികളായി മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കുവാൻ ഇടയാകുന്നവരിൽ കുടുംബസമേതം അല്ലാഹുവിൻ്റെ സ്വർഗ പ്രവേശനം സാധ്യമാകുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ജീവിതകാലത്ത് അങ്ങോളം ഇങ്ങോളം വിവിധ മേഖലകളിൽ മറ്റുള്ളവരുമായി ഇടകലർന്നും സഹവസിച്ചും ജീവിക്കേണ്ടവരാണ്. അങ്ങനെ എല്ലാവരും മനുഷ്യന് ജീവിക്കാനൊട്ട് സാധിക്കുകയുമില്ല. സ്വാഭാവികമായും കുഞ്ഞുനാൾ മുതൽ മരണപ്പെടുന്നത് വരെയും ഇത്തരം ബന്ധങ്ങളിൽ പലതും സൗഹൃദങ്ങളായി, ആത്മസൗഹൃദങ്ങളായി വളരാറുണ്ട്. പരസ്പരം കൊണ്ടും കൊടുത്തും, സഹായിച്ചും സഹകരിച്ചും, വിഷമങ്ങളിൽ സാന്ത്വനമായും സന്തോഷങ്ങളിൽ പങ്കാളികളായും ഒക്കെയാണ് മുന്നോട്ട് പോകാറുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് കുറച്ചു കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ സൗഹൃദങ്ങൾ പലതും, നമ്മുടെ കൂട്ടുകെട്ടുകൾ പലതും നമ്മളെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ വരും തലമുറയെയോ മതകീയ ചിഹ്നങ്ങളിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന്, ധർമ്മനിഷ്ഠയിൽ നിന്ന്, സാംസ്കാരിക ബോധത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അകറ്റി നിർത്താൻ ഉതകുന്നവയാണ് എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബ സാഹചര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ നടത്തിയ പ്രാർത്ഥന അല്ലാഹുമ്മ ഇല റഫീഖിൽ അഅല എന്നാണ്. അല്ലാഹുവേ, അത്യുന്നതനായ എൻ്റെ സുഹൃത്ത് ചങ്ങാതി നീയാണല്ലോ, നിന്റെ സൗഹൃദത്തിലേക്ക്, എന്നേക്കുമുള്ള സൗഹൃദത്തിലേക്ക് എന്നെ കൂടി ചേർക്കണമേ എന്നാണ്. അള്ളാഹുവേയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്നവരുടെ ചങ്ങാത്തം ആരുമായിട്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا ذَلِكَ الْفَضْلُ مِنَ اللَّهِ. അള്ളാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ അവരുടെ കൂട്ടുകെട്ടും സൗഹൃദങ്ങളുമായിട്ടുണ്ടാവുക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, അള്ളാഹുവിന്റെ നിഅമത്തിന്റെ പാത്രങ്ങളായ നിഅമത്ത് ലഭിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തിൽ കഴിഞ്ഞുകൂടുന്ന പ്രവാചകന്മാരോടും സുദ്ദീഖുകളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടും ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം വഹസുന ഉലൈക റഫീഖ. അവരാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന്, വിശ്വാസ ജീവിതത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ചങ്ങാതിമാർ. ദാലികൽ ഫളു മിനല്ലാഹ്, അത് അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് നൽകുന്ന ഒരു ശ്രേഷ്ഠതയാണ്, ഒരു അന്തസ്സാണ്, ഒരു അഭിമാനമാണെന്ന്. നമ്മളൊക്കെ മരണാനന്തര ജീവിതം സ്വപ്നം കാണുന്നവരും അത് നന്നായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. സ്വാഭാവികമായി നമ്മുടെ കൂട്ടുകെട്ടുണ്ടാവേണ്ടത് മരണാനന്തര ജീവിതത്തിൽ ഇവരുമായിട്ടായിരിക്കണം എന്നത് നമുക്ക് ആഗ്രഹവുമുണ്ട്, അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം സാധിതമാവണമെങ്കിൽ നോക്കൂ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ, വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ, വിവിധ സാമ്പത്തികാവസ്ഥയിലുള്ളവർ, വിവിധ സാമൂഹ്യാവസ്ഥയിലുള്ളവർ, അവരിൽ അടിമകളുണ്ട്, മഹാസമ്പന്നന്മാരുണ്ട്, ഒന്നിനും പറ്റാത്ത ദാരിദ്ര്യമുള്ളവരുണ്ട്, വിവിധ വർഗക്കാരുണ്ട്, വിവിധ നിറങ്ങളുണ്ട്. പക്ഷെ അവരെല്ലാവരും ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെയൊക്കെ താല്പര്യങ്ങൾ വേറെ വേറെ വേറെയാണ്. പക്ഷെ ഷഹാദത്ത് എന്ന ആ മഹാത്ഭുതം അവരെ ഒരുമിപ്പിച്ചപ്പോൾ അവർക്കിടയിൽ മറ്റു ചിന്താഗതികൾ യാതൊന്നുമില്ലാതെ പോയി, അല്ലേ? അൻസാറുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മുഹാജിറുകൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി സ്വന്തം മനസ്സും സ്വന്തം വീടും ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചവരാണ് അൻസാറുകൾ. മുൻപ് പരിചയമില്ല അവർക്ക്, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, തീർത്തും അപരിചിതരായ ആളുകളാണ്. പക്ഷെ കരുതി വെച്ചത് സ്വന്തം വീടും സ്വന്തം സൗകര്യങ്ങളുടെയും നേർപകുതി അവകാശമാണ്. മാത്രമല്ല വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, പിൽക്കാലത്ത് ഈ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്ക് ചില ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു വന്നപ്പോൾ പോലും തങ്ങൾ പണ്ടവർക്ക് കൊടുത്തത് തിരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ പോലും അവർക്കുണ്ടായില്ല. എന്നു മാത്രമല്ല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ,
തങ്ങൾക്ക് അത്യാവശ്യമുള്ളത് എല്ലാം അപ്പോഴും അവർ തങ്ങളുടെ അത്യാവശ്യങ്ങളെക്കാൾ കൂടുതൽ ഈ മുഹാജിറുകൾക്ക് വേണ്ടി കരുതി വെച്ചവരും പരിഗണിച്ചവരുമാകുന്നു എന്ന്. അപ്പൊ മോമിനീങ്ങള് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മെ നന്നാക്കാനും നമ്മളെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നതാണ് നമ്മുടെ സൗഹൃദങ്ങൾ എന്നാണ്. മാത്രമല്ല അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ്. നോക്കൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വര്യൻ ചോദിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അത് എപ്പോഴുണ്ടായാൽ എന്താണ്? വമാ അദത്തലഹ, അത് എപ്പോൾ സംഭവിച്ചാലും നിനക്കും അതിനു വേണ്ട മുന്നൊരുക്കങ്ങളും നിന്റെ കയ്യിലുണ്ടോ? എന്തെങ്കിലും കൂടെ കൊണ്ടുപോകാൻ കരുതിയിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞത്, നബി എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒന്ന് ആകെയുള്ളത് അള്ളാഹുവോടും അവന്റെ റസൂലിനോടുമുള്ള തീർത്താൽ തീരാത്ത സ്നേഹവും അടുപ്പവുമാണ്, വേറെ യാതൊന്നുമില്ല. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെന്താ തനിക്ക് പേടിക്കാൻ? എപ്പോ ഖിയാമത്തുണ്ടായാലും എപ്പോ താങ്കൾ മരണപ്പെട്ടു പോയാലും തനിക്കെന്താ പേടിക്കാൻ? അൻത മഅ മൻ അഹ്ബബ്ത, താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് ഉണ്ടാവുക. മുഅ്മിനീങ്ങൾ പഠിക്കേണ്ടുന്ന രണ്ടർത്ഥങ്ങളാണ് അതിലുള്ളത്. നമ്മുടെ മക്കളുടെയും നമ്മളുടെയും ഒക്കെ കൂട്ടുകെട്ട് ആരോടുകൂടെ ആയിരിക്കണം എന്നത് ഇപ്പോൾ തീരുമാനിക്കേണ്ടതാണ് എന്നർത്ഥം. കാരണം അൻത മഅ മൻ അഹ്ബബ്ത, ആരുടെ കൂടെയാണോ ആയിരിക്കാൻ നീ താല്പര്യപ്പെടുന്നത് അവരോടൊപ്പമാണ് നീ ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതിന് നേർ വിപരീതമായ ഒരു സംഗതി പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സൂറത്ത് അൽ ഫുർഖാനിൽ 2 ചങ്ങാതിമാരുണ്ടായിരുന്നു. ആ 2 ചങ്ങാതിമാരിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിമാരിൽ ഒരാളാണ് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ഉഖബ തന്റെ സിർക്കിൽ ഉറച്ചു നിന്നു. അപ്പോഴും അവർ തമ്മിലുള്ള സൗഹൃദം തുടർന്നു. ഉഖബയുടെ വീട്ടിൽ ഒരു സദ്യ, ഒരു കല്യാണമോ മറ്റോ ഉണ്ടായപ്പോൾ ആ ആഘോഷത്തിലേക്ക് മക്കയിൽ പ്രമാണിമാരെ ഒക്കെ ക്ഷണിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉഖബ ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണ്ടീഷൻ വെച്ചു, ഉഖബ, നമ്മൾ തമ്മിൽ ഇത്രയും കാലം ഇങ്ങനെ ചങ്ങാതിമാരായി നടന്നത് എന്നെ നിനക്കറിയാം, നിന്നെ എനിക്കും അറിയാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നീ അത് കേട്ടില്ലല്ലോ. അള്ളാഹു വല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ പറഞ്ഞ്, ഞാൻ അള്ളാഹിന്റെ റസൂലാന്നും പറഞ്ഞ്, എന്നെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാം, എന്നിട്ട് നീ അത് കേട്ടില്ലല്ലോ, സ്വീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാനില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി കേട്ടോ. അതുകൊണ്ട് ഞാനില്ല. നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാവണം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഉഖബയെ അത് വല്ലാതെ സ്വാധീനിച്ചു പോയി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാഷയിൽ മുഹമ്മദുൽ അമീൻ ഇല്ലാത്ത ഒരു സദ്യ, ഒരു ചടങ്ങ് അപൂർവമാണെന്ന് മക്കൾക്കാർ വിചാരിച്ചിരുന്നു. പ്രിയപ്പെട്ടവർ അറിയേണ്ട സംഗതിയാണ് ഇതൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ആരായിരിക്കണമെന്നാണ്? മുഹമ്മദുൽ അമീൻ. അവർ മുശ്രിക്കുകളാണ്, അവർ കാഫിറുകളാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്തുള്ളവരാണ്. പക്ഷെ അവരപ്പോഴും വിളിച്ചിരുന്നത് മുഹമ്മദുൽ അമീൻ, നല്ലവൻ, വിശ്വസ്തൻ, സത്യസന്ധൻ എന്നാണ്. താങ്കളില്ലാത്ത ഒരു ചടങ്ങ് ശരിയല്ല, അതുകൊണ്ട് താങ്കൾ വന്നേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു നിന്നു, ഞാനില്ല. താങ്കൾ ഇസ്ലാം സ്വീകരിക്കാത്ത കാലത്തോളം ഞാൻ പറഞ്ഞത് കളവാന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരാളെ കൂട്ടത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണ എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനില്ല. എന്തായാലും ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അവിടെയാണ് പ്രശ്നം വന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നന്നായി, ചെറുപ്പക്കാർ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാ. ഉഖബ മുസ്ലിമായ വിവരം ഉഖബയുടെയും അടുത്ത ചങ്ങാതി ഉണ്ടല്ലോ, ഉബയ്യ് ഇബ്നു ഖലഫ് എന്നാണ് അയാളുടെ പേര്, അയാൾ അറിഞ്ഞു. അയാൾ ഉഖബയുമായി പിണങ്ങി. അയാളെ സദ്യക്ക് വിളിക്കാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാനില്ല, നീ പുത്തൻവാദിയായിരിക്കുന്നു, സ്വാബിയായിരിക്കുന്നു എന്നാ പറഞ്ഞു. നീ സ്വാബിയായിരിക്കുന്നു, ഞാനും നീയും തമ്മിൽ ഒരു കമ്പനിയും ഇല്ല. അപ്പോൾ ഉഖബക്ക് അത് പ്രയാസം. ആ പ്രയാസം നമ്മളിൽ പലരും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം. നമ്മളെ കൂട്ടുകാർ പറഞ്ഞാല് നമുക്കാണ്ട് എതിർക്കാൻ വയ്യ, നമ്മൾക്കാണ്ട് നമ്മുടെ സ്റ്റാൻഡ് കൃത്യാക്കാൻ വയ്യ. ഉറച്ചു നിന്നിട്ട് ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് പറയാൻ വയ്യ. ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ അവിടെ നിൽക്കും. നമ്മുടെ പള്ളിയിൽ, മുജാഹിദ് പള്ളിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, നമ്മളിവിടെ സുന്നത്ത് ഉണ്ടാവും, ഖുർആൻ ഉണ്ടാവും, തൗഹീദ് ഉണ്ടാവും, എല്ലാം ഉണ്ടാകും. പക്ഷെ അപ്പുറത്തെ പള്ളിയിൽ ജമാഅത്തിന് പോയാൽ അവിടെ ഖുനൂത്ത് ഓതുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓതാനുണ്ടാകും, അവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിനുണ്ടാകും, അവിടെ പിന്നെ നേർച്ച വഴിപാടുണ്ടെങ്കിലും മരിച്ചൊരു അടിയന്തരുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാകും. എവിടെയാണ് പ്രശ്നത്തിന്റെ മർമ്മം? എന്താണ്?
എന്താണ് പ്രശ്നത്തിന്റെ മർമ്മം? നമ്മളുടെ സ്റ്റാൻഡ് ഏതാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കാൻ, അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ചുരുക്കത്തിൽ പിന്നെ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഉബയ്യ് ബിൻ ഖലഫിന്റെ ഈ പിടിവാശിയിൽ വീണ് ഇയാൾ പറഞ്ഞു, 2 ദിവസം മുമ്പ് ആത്മാർത്ഥമായി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ആള് ഈ കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആദ്യം പറഞ്ഞു, ഞാനത് തമാശക്ക് പറഞ്ഞാണ്, ഞാൻ മുസ്ലിം ഒന്നല്ല. നിങ്ങൾക്കിത് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽബക്കറയിൽ നിന്ന് നിങ്ങൾ അത് ഇങ്ങനെ വായിച്ചെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. സൂറത്ത് അൽബക്കറയുടെ 25-ാമത്തെ അധ്യായത്തിൽ 26, 27, 28, 29 ആയത്തുകൾ ഇങ്ങനെ വായിച്ചാൽ ഈ സംഭവം കൃത്യമായി നമുക്ക് സൂറത്ത് അൽ ഫുർഖാനിന്റെ 25 മുതൽ 29 വരെ ആയത്തുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഉബയ്യ് ബിൻ ഖലഫിനോട് ഇയാൾ ആദ്യം പറഞ്ഞു, അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അപ്പൊ അയാൾ അടുത്ത പടി, അത് ഞാൻ വിശ്വസിക്കൂല. അയാളുടെ സ്റ്റാൻഡ് അയാൾക്ക് ക്ലിയറാണ്. അയാൾ മുശ്രിക്കാണെങ്കിലും അയാളുടെ നിലപാട് എന്താണെന്ന് അയാൾക്ക് ക്ലിയറാണ്. അയാൾക്കത് മറ്റുള്ളവരോട് പറയാൻ മടിയില്ല. നമ്മക്കാണ് മടി. അത് ഞാൻ തമാശ പറഞ്ഞു നോക്കുമ്പോ അത് ഞാൻ സമ്മതിക്കൂല. ഈ തമാശ പറഞ്ഞൊന്നുമല്ല, ആണോടോ ഞാൻ തമാശ പറഞ്ഞതാണ്. എന്നാ പിന്നെ നീ അത് തെളിയിക്കണം. എന്താ തെളിയിക്കുന്നത് അറിയോ? നീ മക്കയിൽ വെച്ച് മത്താഫിൽ വെച്ച് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കണം, മുഖത്ത് കാർക്കിച്ച് തുപ്പണം, എന്നാലേ ഞാൻ അംഗീകരിക്കുള്ളൂ. അതൊന്നും പറ്റൂല. എന്നാ നമ്മുടെ പേര് കമ്പനി ഇല്ല, കമ്പനിയാ പ്രശ്നം. ഞാൻ ആദ്യം തുടങ്ങിയല്ലോ. ചുരുക്കത്തിൽ ഈ ചങ്ങാതിയുടെ കെണിയിൽപ്പെട്ട് ഈ നീചൻ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് തന്റെ ഇസ്ലാം കൈവടിയുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബയുടെ മത്താഫിൽ വെച്ച് പരസ്യമായി അടിക്കുകയും മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ്, ഇവിടെ പലതും പറഞ്ഞ് നമ്മളെ കൂടെ കൂട്ടാൻ ആളുണ്ട്, പല തരത്തിലുള്ള ഓഫറുകൾ നമുക്ക് നൽകാൻ ആളുണ്ട്, പലതും പറഞ്ഞ് നമ്മളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കാൻ ആളുണ്ട്, ദീനിലേക്ക് കൊണ്ടുവരാൻ ആളില്ല. നമ്മൾ അങ്ങോട്ട് കൂടിയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്നല്ലാതെ നമ്മളുടെ സ്റ്റാൻഡ് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്തറിയോ? ഈ സംഭവം ഉദ്ധരിച്ച് ഖുർആൻ എന്തറിയോ? വയൗമ യഅള്ളുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽഇൻസാനി ഖസൂലാ. ആ അടിച്ച കൈ കടിച്ചയാൾ നിലവിളിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിളിച്ചു പോയി. അടി കൊണ്ട വേദന കൊണ്ടല്ല, ഇസ്ലാം സ്വീകരിച്ച ഒരാൾ അതിൽ നിന്ന് പിരിഞ്ഞു പോയല്ലോ എന്ന സങ്കടത്തിൽ മുഅ്മിനീങ്ങൾ നമുക്ക് ഉണ്ടാവണമെന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവണം. നമ്മുടെ സമുദായം, പ്രിയപ്പെട്ട മക്കൾ വഴിതെറ്റിപ്പോകുന്നത് കാണുന്നതിലുള്ള തീരാത്ത സങ്കടമാണ്. വിമർശിക്കാനല്ല, മിമ്പർ കിട്ടിയ എന്തും പറയാമെന്നുള്ളത് കൊണ്ടല്ല. ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനിൽ എടുത്തിടുന്നത് ആ സമാന സന്ദർഭത്തിന്റെ അനുകൂലമായ അതിനോട് ചേർന്ന് പോകുന്നത് പലതും ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട മക്കൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വയൗമ യഅള്ളുല്ലാലിമു അലാ യദൈഹി, ആ കൈ കടിച്ചയാൾ നിലവിളിക്കും, യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ, അയാൾ പറയും, എനിക്ക് ആ നബിയോട് കൂടെ ചേർന്ന് അവിടെ ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. യാ വൈലതാ, നാശമേ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഈ ചങ്ങാതി എന്റെ കൂട്ടുകാരൻ ആക്കാതിരുന്നാൽ മതിയായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, വന്നു കിട്ടിയ തൗഹീദിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, പരലോകബോധത്തിൽ നിന്ന്, ഷഹാദത്ത് കലിമയിൽ നിന്ന് ഇവന്റെ കൂട്ടുകെട്ടാണ്. ലഖദ് അളല്ലനി, ഇവനാണ് എന്നെ പിഴപ്പിച്ചത് എന്നയാൾ നിലവിളിക്കുമ്പോ കാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല. മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, പിശാച് മനുഷ്യന്റെ ശത്രുവാകുന്നു എന്നാ പറഞ്ഞ. അപ്പൊ ഈ വന്നതാരാ? ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന വ്യക്തിയാണ്. പക്ഷെ അള്ളാഹു അയാളെ പരിചയപ്പെടുത്തിയതാരാ? ആരായിട്ടാ? ഇത് പിശാച്, പൈശാചികമാണ് ഈ പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ടവര്, ഇവർക്ക് വേണ്ടിയാണ്
ഈ കൂട്ടുകെട്ട് ഒഴിവാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കൂട്ടുകെട്ടിന്റെ മാരകമായ ദുസ്വാധീനത്തിൽപ്പെട്ടാണ് നമുക്ക് നമ്മുടെ ഉമ്മയെ വിലയില്ല, ഉപ്പയെ വിലയില്ല, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ വിലയില്ല, അവരുടെ വാക്കുകൾക്ക് വിലയില്ല, അവർക്ക് അവരെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, ഭയപ്പെടുത്തുകയും അവരെ ഒന്നുമല്ലാതാക്കുകയും ചെയ്യുന്ന സമ്പ്രദായം വരെ ഈ സമുദായത്തിൽ ഉണ്ടാകുന്നുണ്ട്. മോമിനീങ്ങളെ, നമ്മുടെ നന്മക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സമ്പ്രദായം അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തിയത് നമ്മുടെ കുടുംബമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഓരോ വഴികളിലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി കണ്ണീരൊഴുക്കുന്നത് അവർ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ആളുകൾ നമ്മൾ പിഴച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഇവർ വേറെ വഴിക്ക് പോകും. നമ്മുടെ കൂടെ ഇവർ ഉണ്ടാവുകയില്ല, അള്ളാഹുവും ഉണ്ടാവുകയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുകയില്ല. നോക്കൂ, വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി പറഞ്ഞൊരു സംഗതി എന്താ അറിയോ? അല്ലഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. തഖ്വയുടെ അടിസ്ഥാനത്തിലില്ലാതെ കൂട്ടുകൂടിയ എല്ലാ ആത്മസുഹൃത്തുക്കളും മരണാനന്തര ജീവിതത്തിൽ ശത്രുക്കളായി മാറും എന്ന്. സുബ്ഹാനല്ലാഹ്. തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഉണ്ടായ എല്ലാ ആത്മസൗഹൃദങ്ങളും പരലോകത്ത് വിപരീത ഫലം സിദ്ധിക്കും. കൂട്ടുകൂടണ്ട, കണ്ടാമിണ്ടണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, സഹായിക്കണ്ട എന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം, സ്നേഹിക്കണ്ട, അടുപ്പിക്കണ്ട എന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല. കൂടെ കൂട്ടിപ്പിടിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്, കൂടെ കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് കയറി പോകാനുള്ളതല്ല എന്നർത്ഥം അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാർ ആരായിരുന്നു മക്കയിൽ? പ്രവാചകത്വത്തിന് മുമ്പ് എല്ലാം വൃത്തികെട്ടവരാണ്. പക്ഷെ ആ വൃത്തികേടുകളിലേക്കൊന്നും പ്രവാചകത്വത്തിന്റെ പിൻബലമില്ലാതിരുന്നിട്ട് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോയിട്ടില്ല. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ മറ്റുള്ളവരെ സ്വഭാവ മഹിമ കൊണ്ട്, പെരുമാറ്റ മഹിമ കൊണ്ട്, വിശ്വാസദാർഢ്യം കൊണ്ട്, ആദർശപരമായ വിശുദ്ധി കൊണ്ട് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന വിളക്കുമാടങ്ങളാവണം. എല്ലാവരെയും കൂടി മുസ്ലിമിലാക്കലല്ല നമ്മളെ പണി. പക്ഷേ നമ്മളെ കണ്ട് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എന്താപ്പ അവിടെ പോയാല്, എന്താപ്പ അത് കുടിച്ചാല്, എന്താപ്പ അതിന് പങ്കെടുത്താല്, എന്താപ്പ അതിന് പൈസ കൊടുത്താല് എന്ന് പറയുന്ന ആ ന്യായീകരണം അത് നമ്മളുടേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയില്ല. നോക്കൂ, ഒരു വചനം നോക്കൂ. വമൻ യഅ്ശ അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. എന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അതിനെ അവഗണിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പിശാചിനെയാണ് ഞാൻ ചങ്ങാതിയാക്കി കൊടുക്കുക. വമൻ യകുനി ശൈത്താനു ലഹു ഖരീനൻ. മറ്റൊരായത്ത്, അങ്ങനെ ഒരു പിശാച് ആർക്കെങ്കിലും ചങ്ങാതിയായി മാറിയാൽ ഇത്രയും മോശപ്പെട്ട ഒരു കൂട്ടുകാരൻ വേറെ ഉണ്ടാവാനില്ലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടങ്ങുക, മാറുക, തിരിച്ചറിവുണ്ടാവുക. സ്വന്തം കാലിൽ നിന്ന് ജീവിതം വെട്ടിപ്പിടിച്ചവരാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ ആയവരാണ് നമ്മളെല്ലാവരും. ആ ഒരു നിലപാട്, ഉറച്ച നിലപാട്. എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് കേവലം ഒരു ജോലി സമ്പാദിക്കലോ, നല്ലൊരു വീടുണ്ടാക്കലോ, ഒരു വണ്ടി വാങ്ങലോ, അത്യാവശ്യം നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കലോ, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കലോ അതിൽ ഒതുങ്ങാതെ എനിക്കൊരു നല്ല മരണം ഉണ്ടാവണം, അതിന് ഞാനൊരു നല്ല ജീവിത ശൈലി തിരഞ്ഞെടുക്കണം, എൻ്റെ ഖബർ വിശാലമാവണം, എൻ്റെ വിചാരം ലളിതമാവണം, എനിക്ക് സിറാത്ത് പാലത്തിലൂടെ വളരെ ലളിതമായി കടന്നു പോകാൻ കഴിയണം, ജന്നാത്തുൽ ഫിർദൗസിൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാൻ കഴിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കിട്ടിയവരിൽ ഉൾപ്പെടാൻ കഴിയണം എന്ന അത്യുന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് അടിയുറച്ചു നിൽക്കണം നമ്മൾ, അടിയുറച്ച് നീങ്ങണം നമ്മൾ. ആ ഉറച്ച നിലപാടിലേക്ക് മറ്റുള്ളവരെ കൂടെ കൂട്ടിപ്പിടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആരുടെ കൂടെയാവുക? فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ചങ്ങാതി ആരായിരുന്നു? അള്ളാഹു ഇങ്ങോട്ട് പറയാനുള്ള പറഞ്ഞു.
അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറയാൻ ചെയ്തു, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹിമ ഖലീലാന. അള്ളാഹു ഇബ്രാഹിമിനെ ചങ്ങാതിയാക്കി ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഇത്തഖദനി ഖലീല കമ ഇത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ അള്ളാഹു തന്റെ സുഹൃത്താക്കി മാറ്റി സ്വീകരിച്ചതുപോലെ എന്നെയും സ്വീകരിച്ചിട്ടുള്ള അള്ളയാണ് നമ്മളെ ചങ്ങാതിയാവേണ്ടത്. അള്ളാഹുവിന്റെ സൗഹൃദത്തിലേക്കാണ്, അള്ളാഹുവിന്റെ ചങ്ങാത്തത്തിലേക്കാണ്, പ്രവാചകന്മാരുടെ സൗഹൃദത്തിലേക്കാണ് നമ്മൾ നമ്മളുടെ ജീവിതം കൊണ്ട് നടന്നെത്തേണ്ടത്. നമുക്ക് ലഭ്യമായ ജീവിതാനുഭവങ്ങളും അനുഗ്രഹങ്ങളും അതിനുപയോഗപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ സൗഭാഗ്യവാൻ ഇന്നത്തെ ദൗർഭാഗ്യവാനാവുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായത് ഈമാനും തഖ്വയും ഇസ്ലാമും തൗഹീദും സുന്നത്തും മാത്രമാണെന്ന് ഉൾക്കൊള്ളുക, തിരിച്ചറിയാൻ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ വശഫീഇനാ വസഫീയിനാ വമൗലാനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വഅസ്ഹാബിഹിൽ ഫായിസീനൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖാ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളായി തഖ്വയോടെ തൗബയോടെ അമൽ സ്വാലിഹാത്തുകളിൽ മുഴുകി ഇഹ്സാൻ ചെയ്ത് ഇഖ്ലാസുള്ളവരായി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ കൂടെ ഉൾപ്പെടാൻ, കുടുംബസമേതം സ്വർഗപ്രവേശനം നേടാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ ഫർളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫാത്തിഹയുടെ പ്രാധാന്യവും അതിൻ്റെ രൂപവും അതിപ്പോൾ ഫാത്തിഹ ചൊല്ലേണ്ടുന്ന, ഉറക്കെ ചൊല്ലേണ്ടുന്നതും പതുക്കെ ചൊല്ലേണ്ടുന്നതുമായ സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത സുന്നത്ത് പറയുന്നതിന് മുമ്പ് ഫർള് പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ, സ്വഹാബികളെ ഇതുപോലെ മസ്ജിദ് നബവിയിൽ വിളിച്ചുകൂട്ടി അവിടെയുണ്ടായിരുന്ന ഈത്തപ്പരത്തടിയുടെ മിമ്പർ ഖിബിലയിലേക്ക് തിരിച്ചിട്ട് യാതൊന്നും പറയാതെ അതിന് മുകളിൽ കയറി നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ് ചെയ്തത്. എന്നും പണ്ടുമില്ലാത്ത രൂപത്തിൽ ആമുഖവും അഭിസംബോധനയൊന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിമ്പറിൽ കയറി നിന്ന്, ഈ ഈത്തപ്പരത്തടിയിൽ കയറി നിന്ന് നമസ്കരിക്കുന്നത് കണ്ണിമ ചിമ്മാതെ സഹാബത്ത് നോക്കി നിന്നു. സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ കണ്ടില്ലേ ഞാൻ നിസ്കരിക്കുന്നത്? ഇതുപോലെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഒരു വല്ലാത്ത പ്രയോഗമാണത്. ഞാൻ നിസ്കരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെയാണ് നിസ്കരിക്കേണ്ടത്. ആ നമസ്കാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചതാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ വെറുതെ ചോദിക്കും, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അങ്ങനെ നമസ്കരിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ നമസ്കരിപ്പിച്ച് പഠിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരോടാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നമസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണിച്ചു തന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരിടത്തുള്ളത് ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രയോഗം. ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ. നിങ്ങൾ നമസ്കരിക്കേണ്ടത് അള്ളാന്റെ റസൂലുകളെ പഠിപ്പിച്ചതുപോലെയാണ്. അള്ളാന്റെ റസൂലുകളെ പഠിപ്പിച്ചതുപോലെയാണ്. ഇവിടെ നിന്നല്ല, മുസ്ലിമീങ്ങൾ 10-25 ആൾ ഒരു സൊഫിലുണ്ടെങ്കിൽ 25 പേര് തക്ബീർ കിട്ടുന്നത് പല രൂപത്തിലാണ്, 25 പേരുടെ കൈകൾ പലയിടത്താണ്, 25 പേര് റുക്കൂഅ് ചെയ്യുന്നത് പല കോലത്തിലാണ്, 25 പേര് എന്ത് ചെയ്യുന്നത് പല കോലത്തിലാണ്. ഇതിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിച്ചത് എന്ന് പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ആർക്കും ഉറപ്പില്ല.
അങ്ങനെയാണ്, ഇന്റേതാണ് അങ്ങനെയെന്ന് പറയാൻ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. 10-14 നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം നിരന്തരം പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയവുമാണ്. 2ാം ക്ലാസ് മുതൽ മദ്രസയിലും പിറന്നു വീട് കൈകാലുറച്ച കാലം മുതൽ എഴുന്നേറ്റ് ഇപ്പം നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മയും ഉപ്പയും വല്യപ്പയും വല്യമ്മയും നമസ്കരിക്കുന്നത് കണ്ട് ശീലിച്ചവരാണ് നമ്മൾ. പക്ഷെ ഇപ്പോഴും അത് എവിടെ എത്തിയിട്ടില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് എന്നത് പറയാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. അവിടെ തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവമുള്ളതും ഇതിന്റെ പ്രാധാന്യമുള്ളതും. അതുകൊണ്ടാണ് ഇത് നിരന്തരമായി നമ്മൾ വിശദമായി തന്നെ പഠിപ്പിക്കപ്പെടേണ്ടതും പഠിക്കേണ്ടതുമായ സാഹചര്യം വരുന്നതും. ഇനി ഞാൻ റുക്കൂ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാം. അപ്പൊ 2ാമത്തെ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തിൽ ഫർള് റുക്കൂ ചെയ്യലാണ്. വർക്കവുമാണ് റാക്കഴി എന്നത് വിശുദ്ധ ഖുർആനിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഉർക്കഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫാലിൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്നുകൊണ്ട് റുക്കൂ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ട്. ആ കൽപ്പന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണിച്ചു തന്നത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നത് പോലെ തന്നെ കൈകൾ രണ്ടും കൈപ്പടങ്ങൾ നിവർത്തി വിരലുകൾ നിവർത്തി അടുപ്പിച്ചു വെച്ച് മടക്കാതെ കുറെ ഇങ്ങനെ ഉണ്ടാവും, കുറെ ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പോകുന്നത് പോലെ കൈകൾ പടങ്ങൾ നിവർത്തി ചെവി വരെയോ അല്ലെങ്കിൽ ചുമല് വരെയോ ഉയർത്തി വെച്ച് അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകണം. റുക്കൂ ചെയ്യുമ്പോൾ കൈകളും കാലുകളും മടങ്ങാതെ കാൽമുട്ടു ചിരട്ടകളിൽ കൈകൾ ഇങ്ങനെ വിടർത്തി വെച്ച് പിടിക്കണം. വിരലുകൾ വിടർത്തി വെച്ച് കാൽമുട്ട് പുറത്ത് കാണാത്ത രൂപത്തിൽ വിടർത്തി കാൽമുട്ടുകളിൽ പിടിക്കണം. കായ് വളയരുത്, കാലു വളയരുത്. കൈപ്പടങ്ങൾ നിവർത്തിപ്പിടിച്ച് കാൽമുട്ട് ചിരട്ടുകളിൽ പിടിച്ച് റുക്കൂ ചെയ്യുന്ന സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചുമലും പിരടിയും ഒരേ രൂപത്തിൽ വാട്ടർ ലെവലിൽ നിൽക്കണം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുതുകും തലയും ഒരേ രൂപത്തിൽ നിൽക്കണം. അതെങ്ങനെ ഇപ്പൊ അവിടെ സ്പിരിറ്റ് ലെവൽ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വേണ്ട. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇബാദത്ത് എടുക്കാൻ എന്താണോ വേണ്ടത്, അതെങ്ങനെയാണോ ഏറ്റവും പൂർണ്ണമായി നിർവഹിക്കേണ്ടത്, അതിനനുസരിച്ചാണ് മനുഷ്യരെ പടച്ചിട്ടുള്ളത്. ഇത് ആയത്തിന്റെ അർത്ഥത്തിലുള്ളത് അങ്ങനെയല്ലേ? ആണ്. ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മികച്ച ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഓരോന്ന് വ്യക്തമായി പഠിക്കാനും ആ പഠിക്കുന്ന സംഗതി ഞാനത് അങ്ങനെ ഇനി മുതൽ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് തഖ്വയുടെ ലക്ഷണം. ഇത് രോഗം കൊണ്ട് വലയുന്നവർക്ക് ഇത് വിഷയാക്കരുത് കേട്ടോ. പക്ഷെ നമുക്ക് മറ്റൊന്നിനും രോഗമില്ല, റുക്കോൾ സുജൂദും ചെയ്യാൻ മാത്രമേ രോഗമുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചോളുന്നില്ല അല്ലേ? ഇതിനൊക്കെ രോഗമുണ്ടോന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല, അള്ളാഹുവിനെയാണത് ബോധ്യപ്പെടുത്തേണ്ടത്. ആണല്ലോ, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ബോധത്തോടു കൂടി, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞതേ ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങേയറ്റം ഭയപ്പാടോടെ വിനയത്തോടെ ഭക്തിയോടെ നമസ്കരിക്കുന്നവരാണ് വിജയിച്ചവർ എന്ന അലസതയോടെയല്ല. അതെങ്ങനെയെങ്കിലും കൊണ്ടായാൽ മതി, റുക്കൂ ആവണമെന്നുള്ളല്ലോ, അതിനിപ്പത്ര ബേജാറാകാണ്ടോ എന്നൊന്നും പറയുന്ന ഒരു സമ്പ്രദായമല്ല മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ കൃത്യമായി പഠിക്കുക. റുക്കൂ ആ കൂടെ പറയാനുള്ള ഒരു സംഗതി കൂടി ഉണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 3 അധ്യായങ്ങൾ തുടർച്ചയായി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? സൊല്ലി ഖായിമൻ എന്ന 1-ാമത്തെ അധ്യായം. നീ നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ഫൈലം തസ്സത്തെ, നിനക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ പാപ്പ ഇരിക്കാം, അതിനും പറ്റുന്നില്ലെങ്കിൽ അപ്പൊ കിടക്കാം എന്ന് പറഞ്ഞ്. എന്നിട്ട് അടുത്ത അധ്യായം എന്താണെന്നറിയോ? ഇരുന്ന് നമസ്കരിക്കുന്നവന്റെ പകുതി കൂലി നിന്ന് നമസ്കരിക്കുന്നവന്റെ പകുതി കൂലി ഇരുന്ന് നിസ്കരിക്കണവന് കിട്ടുള്ളൂ. അധ്യായത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്. 3-ാമത്തെ അധ്യായം ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലി കിടന്ന് നിസ്കരിക്കണവനുണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ എന്താ? എന്ന് പറഞ്ഞാൽ പറ്റൂലെങ്കിൽ അല്ല,
ഒരു നിലക്കും നിന്നുകൊണ്ട് പൂർണ്ണതയോടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നീ ഇരിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ബസ്സിലേക്ക് പോകുന്ന 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റും. തെങ്ങുംതോട്ടത്തിൽ പണിക്കാരെ പിന്നാലെ, പറമ്പിൽ പണിക്കാരെ പിന്നാലെ, കെട്ടിട പണിക്കാരെ പിന്നാലെ, ഓഫീസിൽ എവിടെയും നിൽക്കാൻ പറ്റും. ആകെ നിൽക്കാൻ പറ്റാത്ത സ്ഥലേതാ? ഈ സമുദായം പറ്റാത്ത ആൾക്കാരെ അല്ലാട്ടോ പറയുന്നത്. പള്ളിയിലാ നിസ്കരിക്കുമ്പോൾ മാത്രം പറ്റൂല, കസേര വലിച്ചോണ്ട തന്നെ ചെയ്യുക, ഇവിടുന്നാട് നടന്നു പോയി. അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് പരമാവധി അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് നിസ്കരിച്ചതുപോലെ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതിനെ തിരിച്ചറിയാനും ചീത്തയെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്താനും നല്ലതിനെ സ്വന്തമാക്കാനും നല്ല കൂട്ടുകെട്ടുണ്ടാക്കാനും കുടുംബത്തെ പൂർണ്ണമായി അടുപ്പിച്ചു നിർത്താനും അവർക്ക് വേണ്ടി മറ്റുള്ളത് എന്തും ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടുകെട്ടും വേണ്ട എന്ന് തീരുമാനിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നന്മയുടെ തീരത്ത് ഒരുമിച്ച് കൂടാൻ, ഒരുമിച്ച് കൂടുകൂട്ടാൻ, നന്മയിലേക്ക് ഒരുമിച്ച് നടക്കാൻ, നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിലേക്ക് കുടുംബസമേതം കയറി ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉഖബത്ത് ബിൻ അബീ മുഅയ്യിത്തിന്റെ അവസ്ഥയില്ലാതെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഇസ്ലാമിന്റെ ശാദ്വലതയിൽ ഉറച്ചു നിൽക്കാൻ എന്ത് കഷ്ടപ്പാട് സഹിക്കാനും തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ഈമാനിലേക്ക്, തഖ്വയിലേക്ക് അർഹമുർ-റഹീമീനായ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ യൗവനത്തെയും വഴിതിരിച്ചു വിടണമേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള പൈശാചികതകളിൽ നിന്നും അകന്നു നിന്നും പരിശുദ്ധ ദീനും അതിൻ്റെ നിയമങ്ങളും അഭിമാനത്തോടെ കൊണ്ടു നടക്കാനും ദീനിന്റെ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് മനസ്സിനൊരു അലങ്കാരമായി തോന്നാനും കഴിയുന്ന നിന്റെ ഇഷ്ടക്കാരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഭാവി തലമുറയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും, സാംസ്കാരിക വൈകൃതങ്ങളിൽ നിന്നും, പെരുമാറ്റ വൈകൃതങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളെയും കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. ദീനിന്റെ ഇസ്സത്തായി കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിനെയും ദീനിന്റെ ഇസ്സത്തായി, സ്വന്തം ഇസ്സത്തായി നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ, കയ്യേൽക്കാൻ, പുതിയ തലമുറയിൽ നിന്ന് കയ്യേൽക്കാൻ യുവാക്കൾക്ക് മനക്കരുത്തും ഈമാനികമായ ആവേശവും നൽകണമേ റഹ്മാനെ. പരിശുദ്ധ ദീനിനെ ആഴത്തിൽ പഠിക്കാനും ആഴത്തിൽ പഠിച്ചവയെ ആത്മാർത്ഥമായ ജീവിതത്തിൽ പുലർത്താനുമുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ചെറുതും വലുതുമായ രോഗങ്ങളെല്ലാം ശിഫയാക്കി തരയണമേ റഹ്മാനെ. കഷ്ടപ്പാടുകളും കടങ്ങളും ദാരിദ്ര്യങ്ങളും അപമാനങ്ങളും വിഷമങ്ങളും നീക്കി തരയണമേ റഹ്മാനെ. സ്വയം പര്യാപ്തത നൽകണമേ റഹ്മാനെ. എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ലോകത്തെവിടെയും അപമാനിക്കപ്പെടുന്നവരെ, ആക്രമിക്കപ്പെടുന്നവരെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. കുഞ്ഞുമക്കൾ അന്യായമായി കൊല്ലപ്പെടുന്നു നാഥ. മക്കൾ അന്യായപ്പെടുന്നതോടൊപ്പം അവരുടെ മാതാപിതാക്കൾ അനാഥരാകുന്നു, നിസ്സഹായരാകുന്നു നാഥ. വൈധവ്യം വഹിക്കേണ്ടി വരുന്ന സഹോദരന്മാരുടെ നിലവിളി കർണപുടങ്ങളെ ഉലക്കുന്നു നാഥ. പടച്ചവനെ, അവർക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തണമേ നാഥ. അവർക്ക് പിന്തുണയർപ്പിക്കുന്ന സർവ്വ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തണമേ നാഥ. ആദിനെ തകർത്ത, സമൂദിനെ തകർത്ത, ഫറോവയെ തകർത്ത നാഥ, നീ തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് ഈ കുഞ്ഞുമക്കളുടെ കണ്ണീരിന് കണക്ക് ചോദിക്കാനേ ഉള്ളു പടച്ചവനെ. അത് ചെയ്തു തീർക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്രി വാലിദീനാ വഅഹ്ലിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.